യൂന തന്റെ ക്രഷിന് വേണ്ടി ഒരു ബന്നും എടുത്തുകൊണ്ടുവരുന്നു. നോക്കുമ്പോൾ അവൻ പുതുതായി വന്നൊരു പെൺകുട്ടിയുമായി ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ട് ബ്രേക്കായ യൂന സൈലന്റ് ആയി അവിടെ നിന്ന് പോകുന്നു. ആക്ച്വലി യൂനയാണ് ആ സ്കൂളിൽ വെച്ച് വളരെയധികം ഹാപ്പി ആയ പെണ്ണ്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ആരെയും നോക്കാതെ ദിവസം മുഴുവൻ അവളുടെ ഡെസ്കിൽ തന്നെ കിടക്കുന്നു. അതേസമയം അവളുടെ ഫ്രണ്ട്സിന് യൂന ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാവാതെ അവളുടെ ക്രഷിനെ അന്വേഷിച്ചു പോകുന്നു. പക്ഷെ അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ ആ പുതിയ പെൺകുട്ടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്ന യൂനയുടെ ഒരു ഫ്രണ്ട് ഇനിമേലിൽ അവനെ യൂനയെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിക്കുന്നു. അതേസമയം യൂനയുടെ ക്രഷ് ഉണ്ടായിരുന്ന അവളുടെ ഡെസ്ക്മേറ്റ് സൈലന്റ് ആയി എപ്പോഴും അവൾക്കൊപ്പം തന്നെ ഇരിക്കുന്നു. പക്ഷെ ഒത്തിരി നേരമായിട്ടും അവൾ എഴുന്നേൽക്കാത്തത് കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായി പനിക്കുന്നു. ഉടനെ അവൻ അവളെ ഒരു കാർട്ടിലിരുത്തി സ്കൂൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം യൂന കണ്ണു തുറക്കുമ്പോൾ അവളുടെ അടുത്ത് ഫുഡും ശരീരം നോക്കണമെന്ന് പറഞ്ഞ് ഒരു നോട്ടും എഴുതി വെച്ചിരിക്കുന്നു. അതിനുശേഷം യൂനയുടെ ഹാർട്ട് ബ്രേക്ക് നോർമൽ ആവാൻ തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ ക്രഷിനെ കണ്ടതും അവൾ നെർവസ് ആവുന്നു. ഉടനെ ഡെസ്ക്മേറ്റ് അവന്റെ കോട്ട് വെച്ച് കവർ ചെയ്ത് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു ഘട്ടത്തിൽ അവന്റെ കെയറിംഗ് കാരണം യൂന കംപ്ലീറ്റ് ആയി അതിൽ നിന്ന് റിക്കവർ ആവുന്നു. അതുകൊണ്ട് തന്നെ യൂന അവന് വളരെയധികം ഇഷ്ടമുള്ള അവളുടെ ഹാൻഡ് ക്രീം ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു. നോക്കുമ്പോൾ അവനത് വേണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ആ ഹാൻഡ് ക്രീമും അപ്ലൈ ചെയ്ത് നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു.